സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവും താങ്കളും തമ്മിൽ ഒരു ശീതസമരം ഉണ്ട് എന്നൊരു സംസാരമുണ്ട്. എൻ്റെ ഭാഗത്തുനിന്നില്ല, ഒരിക്കലും ശരി. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരിക്കലും ശ്രീ ശിവകുമാറിന് വേണ്ടി സതീശനെ ഒഴിവാക്കിയിട്ടില്ല. കാരണം ഞാൻ 19 വർഷം മുമ്പിരുന്ന പോസ്റ്റിലാണ് ഇപ്പോൾ. കാര്യത്തെ എന്നോടൊരു അനീതി ചെയ്തു എന്നുള്ള ഫീലിംഗ് എനിക്കുണ്ട്. ഇത്രയോ പതിറ്റാണ്ടായിട്ട് പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് മുഖ്യമന്ത്രി പദം ഒന്ന് ആഗ്രഹിക്കുക അല്ലെ ആ പദവിയിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഞാനങ്ങനെ കെട്ടിയിറക്കിയ ഒരാളൊന്നും അല്ലല്ലോ. കോൺഗ്രസിലൊരു യുവ നേതൃനിര ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കുട്ടത്തിൽ അങ്ങനെയുള്ള ഒരുപാട് യുവ നേതാക്കൾ വരുന്നുണ്ട്. അവർക്ക് പക്വത കുറവുണ്ടോ? അല്ല, അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അവർക്കൊരു ഉപദേശം കൊടുക്കാൻ. NSSന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്നാ പറഞ്ഞു. അത് എന്നെ മാത്രമല്ല, ഗണേഷ് കുമാറിനെ പറ്റിയും പറഞ്ഞു. നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ താങ്കളെ ആക്ഷേപിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ വിമർശനം ഉണ്ടോ? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും നേരിട്ട ഒരാളാണ്. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാവരുത് എന്ന നിർബന്ധം നരേന്ദ്രമോദിക്കുണ്ട്. എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ചാൽ ഇത്തവണ UDF അധികാരത്തിൽ വരും. കേരളം കണ്ട ഏറ്റവും ഒരു ദുരന്തമാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. കോൺഗ്രസിന്റെ ഊർജ്ജസ്വലമായ മുഖം, പാർട്ടി പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവ് ശ്രീ രമേശ് ചെന്നിത്തലാജി MLA ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ രമേശ് ചെന്നിത്തലാജി. ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖം രമേശ് ചെന്നിത്തലാജിയാണല്ലോ, എന്തു പറയുന്നു? അല്ല, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനം. അത് ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും നമ്മളൊരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഓരോ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനും വേണ്ടിയാണ്. ആ നിലപാടിൽ നല്ല പണ്ട് തൊട്ടേ വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുന്ന കാലം മുതൽ ഞാൻ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത്. നമ്മൾ സംസാരിക്കുന്ന ദിവസം പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. അത് എനിക്ക് തോന്നുന്നു ഇടുക്കിയിലായിരുന്നു. എന്തുകൊണ്ട് ഇടുക്കിയിൽ അങ്ങേയറ്റം ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ രാജകുമാരി എൻ്റെ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വരാൻ 3 മണി വരെ ആയി എത്തി. അവിടെ ആരോ ആത്മഹത്യ ചെയ്ത? അതല്ല, അത് കട്ടപ്പനയിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പണം, മറ്റേ സാബുവിൻ്റെ ആ പണം തിരിച്ചു ചോദിച്ചപ്പോൾ CPMകാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അതേ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ. അദ്ദേഹത്തിൻ്റെ അമ്മയും കഴിഞ്ഞ ദിവസം ഇതറിഞ്ഞ് മരിച്ചു. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ്. അത് കഴിഞ്ഞിട്ട് കർഷക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF നടത്തിയ ഒരു പരിപാടിയായിരുന്നു രാജകുമാരിയിൽ. അവിടെ പോയിട്ട് പിന്നെ വന്നപ്പോൾ വലിയ പരിപാടിയായിരുന്നു, വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ടായി ജനങ്ങളുടെ. വന്നപ്പോഴാണ് പിന്നെ 3 മണിയായിപ്പോയി. സംസ്ഥാനത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പിന് അധികം നാളില്ല. 2026 UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് താങ്കൾ. എന്നാൽ അത് ഇപ്പോൾ ഒരു വിവാദവും ചർച്ചയും ഒക്കെ ആക്കി ആ ഒരു വാതിലടയ്ക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ വിവാദത്തിനൊന്നുമില്ല. നമ്മൾ പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ദൗത്യവും കഴിയുന്നത്ര ഭംഗിയായി നടത്തണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. പിന്നെ അങ്ങനെ ആര് വിചാരിച്ചാൽ അങ്ങനെ ഒരാളുടെ പ്രവർത്തനത്തെ ഇല്ലാതൊന്നും ആക്കാൻ കഴിയില്ലല്ലോ. അതിന് ഞാനെപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെയാണ്. അതിപ്പോൾ അത് ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ മന്നം ജയന്തി പങ്കെടുത്തപ്പോൾ അതൊരു വിവാദമാക്കാനും ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ശ്രമമുണ്ടായി. എന്നിട്ട് അത് കൂട്ടി നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഗൂഢ നീക്കം അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. ഞാൻ മന്നം ജയന്തിക്ക് പോകുന്നതിന് മുമ്പ് പോയത് ശിവഗിരിയിലാണ്. 40 വർഷമായി ശിവഗിരിയിലെ തീർത്ഥാടന യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ വൈഫ് പ്രീതി നടേശൻ ഞാനും കൂടാണ് വൈക്കത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്രയുടെ ഉദ്ഘാടനം. 10 വർഷമായി. ഇടയ്ക്ക് ഒരു തവണ എൻ്റെ കൈയൊടിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല. വേറൊരു 2 എണ്ണം ഒഴിച്ച് ബാക്കിയല്ലത് ഞാൻ പോയത്. അത് കഴിഞ്ഞിട്ടാണ് NSSൻ്റെ പരിപാടിക്ക് പോകുന്നത്. NSSൻ്റെ പരിപാടി കഴിഞ്ഞ 11 വർഷത്തിന് ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം വിവിധ സംഘടനകൾ വിളിക്കുന്ന പരിപാടിക്ക് പോകണമല്ലോ. അതൊക്കെ നമ്മൾ നിത്യമായി പോകുന്ന പരിപാടി എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ല. NSSൻ്റെ SNDPയുടെയും ഇപ്പോൾ പിന്നീട് സമസ്തയുടെയൊക്കെ പരിപാടികൾ പങ്കെടുത്തപ്പോൾ ഇതെല്ലാം ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്നുള്ള രീതിയിൽ വിമർശനം ചില അശരീരി പോലെ ഉണ്ട്. അതുപോലെ തന്നെ 12-ാം തീയതി സമസ്തയുടെ ഒരു പരിപാടി പങ്കെടുക്കുന്നുണ്ട്. നാളെ നമ്മുടെ പാലോടിനടുത്ത് നമ്മുടെ ഭൂസമരം നടക്കുകയാണ്.
അരിപ്പ ഭൂസമരം, ഇതൊക്കെ നമ്മൾ രാജേഷ് എല്ലാ കാലത്തും പോകുന്നതാണ്. ഇപ്പം പിന്നെ കുറച്ചുകൂടെ മാധ്യമങ്ങളുടെ അറ്റൻഷനിൽ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ മനഃപൂർവ്വമായി ഉണ്ടാക്കുന്നതാണെന്ന് കരുതിയാൽ മതി. അന്ന് കരുതിയാൽ മതി. ഇപ്പം തന്നെ കോൺഗ്രസിന് ഇപ്പോൾ താങ്കളുണ്ട്, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് ശശി തരൂർ, K മുരളീധരൻ, KC വേണുഗോപാൽ. അന്നേരം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴേ ഒരു കലഹം തുടങ്ങി എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ സജീവമാണ്. ആ പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഈ നേതാക്കന്മാരെല്ലാം എപ്പോഴും കോൺഗ്രസ്സിലുണ്ടായ ആളുകളാണ്, അതെല്ലാം സജീവവുമാണ്. അവരുടെ എല്ലാവരുടെയും പ്രവർത്തനം പാർട്ടിക്ക് അനിവാര്യവുമാണ്. ഞാനങ്ങനെ ഒരാളെയും മാറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായം എനിക്കില്ലാത്ത ഒരാളാണ്. പാർട്ടി എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി പോകേണ്ട സമയമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് പ്രവർത്തകൻ്റെ തിരഞ്ഞെടുപ്പാണ്. അവിടെ സാധാരണ പ്രവർത്തകൻ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിക്കേണ്ടതാണ്. 2010 ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരള ചരിത്രത്തിൽ കോൺഗ്രസിനും UDFനും കിട്ടിയ ഏറ്റവും വലിയ വിജയമുണ്ടായത്. 70% പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ജയിച്ചു. അന്ന് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ സാധാരണ പ്രവർത്തകൻ്റെ തിരഞ്ഞെടുപ്പായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ വൻപിച്ച വിജയം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരു കഠിനാധ്വാനം ഇപ്പോൾ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പോലെ താഴെ തട്ടിലുള്ള പ്രാദേശിക പ്രവർത്തകരുടെ വാശിയും വീറും എല്ലാം പ്രകടമാവുന്ന തെരഞ്ഞെടുപ്പാണ്. അവർ നോക്കുമ്പോൾ നേതാക്കൾ തമ്മിൽ ഇങ്ങനെ ഈ ഓരോരോ കാര്യങ്ങളിൽ പല ധ്രുവങ്ങളിൽ നിൽക്കുന്നു എന്നൊരു ചിന്താഗതിയുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇത് പ്രിമച്വറാണ്. കാരണം 1.5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് നമ്മളിപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ അഭിപ്രായം എല്ലാവരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. അത് കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ചാൽ ഇത്തവണ UDF അധികാരത്തിൽ വരും. കേരളം കണ്ട ഏറ്റവും ഒരു ദുരന്തമാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്. 1ാം പിണറായി ഗവൺമെൻറ്റിനേക്കാൾ മോശമാണ് 2ാം പിണറായി ഗവൺമെൻറ്. അഴിമതിയും കൊള്ളയും സ്വജനപക്ഷപാതവുമാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സർക്കാർ മാറണമെന്ന്. അപ്പോൾ ജനവികാരം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടോ? അല്ല, ആ നിലയിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി കൂട്ടായി പരിശ്രമിക്കണം. ഇപ്പം തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം താങ്കൾ NSS ആസ്ഥാനത്ത് പോയപ്പോൾ ഇതിനു മുമ്പ് താക്കോൽ സ്ഥാനം ഏൽപ്പിക്കുന്നതിന് ചൊല്ലി ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു പണ്ട്. അന്ന് താങ്കൾ പറഞ്ഞിരുന്നു താങ്കളെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗം ഒരു തരത്തിൽ ആ ഒരു ബ്രാൻഡിങ് അല്ലേ? ഒരിക്കലും. NSSന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്നാ പറഞ്ഞു. അത് എന്നെ മാത്രമല്ല, ഗണേഷ് കുമാറിനെ പറ്റിയും പറഞ്ഞു. നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ അവിടെ പഠിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ NSS കോളേജ് അവിടെ ചങ്ങനാശ്ശേരിയിലാണ് പഠിച്ചത്. ആ പ്രദേശങ്ങളൊക്കെ എനിക്ക് ബന്ധമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാണ്ട് വേറൊരു അർത്ഥത്തിൽ. ഗണേഷ് കുമാറിനെ പറ്റിയും പറഞ്ഞു, എല്ലാ രാഷ്ട്രീയക്കാരെ പറ്റിയും പറഞ്ഞു. പക്ഷെ അതേക്കുറിച്ച് SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, പുത്രനാണെങ്കിൽ അച്ഛൻ്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഇപ്പോഴല്ല, 10-40 വർഷത്തെ SNDPയുമായിട്ട് യാതൊരു ആശയഭിന്നതയില്ല, ഒരു ഭിന്നതയില്ല. പക്ഷേ ദോഷേക ദൃക്കുകൾ പറയുന്നത് താങ്കൾ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് അവസരങ്ങൾ കുറവായിരുന്നു എന്നാണ്. ഞാനാണ് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തത്. ആണോ? ഞാനല്ല, വേറെ ആരും കൊടുത്തിട്ടില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊടുത്തിട്ടുള്ളത് SNDP യോഗത്തിൻ്റെ പ്രതിനിധികൾക്ക്. ജയിക്കുക തോക്കുക എന്നുള്ള വേറൊരു കാര്യം. ഞാനാണ് കൊടുത്തിട്ടുള്ളത്. ജയസാധ്യതയുള്ള സീറ്റുകളാണ് എല്ലാ ജയസാധ്യതയുള്ള സീറ്റുകളിൽ കൊടുത്തത്. തിരുവനന്തപുരത്ത് ശരത്ചന്ദ്ര പ്രസാദിന് സീറ്റ് കൊടുത്തു, മോഹനേന്ദ്രന് 2 തവണ സീറ്റ് കൊടുത്തു, ഇവിടെ ലാലിന് കൊടുത്തു സീറ്റ്. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓരോ ജില്ല എടുത്ത് നോക്കാം. നമുക്ക് കൊല്ലം ജില്ലയിൽ ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്ന M ലിജുവിന് സീറ്റ് കൊടുത്തു, K ബാബുവിന് സീറ്റ് കൊടുത്തു, അടൂർ പ്രകാശിന് സീറ്റ് കൊടുത്തു. ഇതെല്ലാം ഞാൻ വന്ന ശേഷം കൊടുത്തിട്ടുള്ള സീറ്റുകളാണ് ഇതെല്ലാം. പക്ഷെ നേതൃത്വം മാറി വന്ന് ഇപ്പോൾ കാലാന്തരത്തിൽ ആകെ ഈ കേരളത്തിലെ ഒരു പ്രബല സമുദായമായിട്ടും ഒരു MLA ഉള്ള നിയമസഭയിൽ. ആരുടെ കുഴപ്പം? അതാരുടെ അത് നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അവർ ജയിക്കാതെ വരുന്നു. അതൊരു പ്രശ്നമാണ്. ജയിക്കാതെ വരുന്നൊരു പ്രശ്നമാണ്. പണ്ട് R ശങ്കർ ജയിച്ചത് കണ്ണൂരിൽ നിന്നാണ്. ഇവിടെയുള്ള ആളുകൾ ജയിക്കിപ്പിക്കുകയും കൂടെ വേണം. സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് മാത്രം കാര്യമില്ല.
അവർ ജയിക്കേണ്ടത്, അവരെ ജയിപ്പിക്കേണ്ടത് കൂടി സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. സമൂഹത്തിൻ്റെയും പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പേരുകൾ ഇപ്പം ഞാൻ ഈ സുധാകരൻ്റെ സീറ്റ് ഞാൻ വന്നു, തുടർച്ചയായി നമ്മൾ സതീശൻ പാച്ച എനിക്ക് സീറ്റ് കൊടുത്തു, 5 തവണ സീറ്റ് കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം ഒരുപോലും ജയിച്ചില്ല. അപ്പോൾ ഇതുപോലുള്ള പിന്നെ സുബ്രഹ്മണ്യത്തിന് 2 തവണ കോഴിക്കോട് സീറ്റ് കൊടുത്തു, ജയിക്കേണ്ടേ അദ്ദേഹം. ഇതുപോലെ ഓരോ സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെ കണ്ടെത്തി നമ്മൾ തന്നെ സീറ്റ് കൊടുക്കുകയാണ്. കഴിഞ്ഞ തവണ വൈപ്പിൽ നമ്മൾ ചെറുപ്പക്കാരന് സീറ്റ് കൊടുത്തു, ഇഴവക്കാൻ വേണ്ടിപ്പെട്ട, ജയിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങ് സുന്ദരം കുന്നത്തുള്ളിക്ക് സീറ്റ് കൊടുത്തു, തൃശ്ശൂർ ജയിക്കാൻ പറ്റിയില്ല. പറ്റാത്ത ഞാൻ മത്സരിച്ച സീറ്റ് ഹരിപ്പാട്, ആദ്യത്തെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ MLA ഞാനവിടെ. ഏറ്റവും ടഫ് സീറ്റാണ്. CBC-കാർ 5 തവണ ജയിച്ച സീറ്റാണ് എനിക്ക് തന്നത്. അപ്പോൾ നിൽക്കുന്ന ആളുകളുടെ കൂടെ ഉത്തരവാദിത്വമുണ്ട്, പാർട്ടിയുടെ ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് ഇപ്പോൾ ഒരു സമുദായത്തിൽ ജനിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ ഇപ്പൊ PCC പ്രസിഡന്റ് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇപ്പൊ അങ്ങ് VD സതീശൻ, K മുരളീധരൻ, ശശി തരൂർ, KC വേണുഗോപാൽ ഇവരെല്ലാം ഒരു സമുദായത്തിലാണ്. അത് അവരുടെ ആരുടെയും തെറ്റുമല്ല. പക്ഷേ മറ്റ് സമുദായത്തിൽപ്പെട്ടവർക്ക് വളരാൻ അവസരം കുറവാണ്. അല്ല, അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ KPCC എടുത്ത് നോക്കുക, ഇത്തവണത്തെ DCC പ്രസിഡന്റ്മാരെ എടുത്ത് നോക്കുക. കൊല്ലത്ത് രാജേന്ദ്ര പ്രസാദ്, കോട്ടയത്ത് നാട്ടക സുരേഷ്, പത്തനംതിട്ടയിൽ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, പിന്നെ അങ്ങനെ ഓരോ ജില്ലകളെടുത്ത് നോക്കിയാൽ പരമാവധി ആളുകളെ വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സീറ്റ് കൊടുക്കാൻ പാലക്കാട് തങ്കപ്പൻ, ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ അവസരത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് വരേണ്ടത് അവരുടെ കൂടി ഉത്തരവാദിത്വമാണ്. ഇപ്പം ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചില്ല, ബോധപൂർവമായിട്ടുള്ള ഇതില്ല, ഒരിക്കലുമില്ല. അങ്ങനെ ആരും മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവരും, എല്ലാ സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുമ്പോഴാണ് കോൺഗ്രസ് ആവുന്നത്. കോൺഗ്രസിൻ്റെ നയം എന്താണ്? എല്ലാവരെയും ചേർത്ത് നിർത്തുക, എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്തുക. സമുദായങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ എല്ലാം ചേർത്ത് നിർത്തുമ്പോഴാണ് കോൺഗ്രസ് ആവുന്നത്. കോൺഗ്രസിൻ്റെ നയം അതാണ്. അത് ഞാൻ KPCC പ്രസിഡൻ്റായിരുന്ന 9 വർഷം ഞാൻ ആ നിയമേ സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന നേതാക്കളെല്ലാം, ഈ പറഞ്ഞ പേരുകാരായ നേതാക്കളെല്ലാം എൻ്റെ കാലത്ത് ഞാൻ എന്ന് പറയുന്നില്ല, എൻ്റെ കാലത്ത് പ്രോമിനൻസിൽ വന്ന നേതാക്കന്മാർ തന്നെയാണ്. ജാതികാര്യം പറയുകയല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച R ശങ്കറിന് ശേഷം ഈ സമുദായത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി വന്നിട്ടില്ല. വയലാർ രവിയും AK ആൻ്റണിയും ഒരുമിച്ച് വന്നു. അല്ലെ, വയലാർ രവിക്ക് തൊട്ടു പിന്നാലെ AK ആൻ്റണി വന്നു, VM സുധീരൻ വന്നു, വക്കം പുരുഷോത്തമൻ വന്നു. പക്ഷേ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിയായെങ്കിലും അവരാരും മുഖ്യമന്ത്രിയായില്ല. അന്നേരം ഒരു ബോധപൂർവമായ അവഗണന ആരോപിക്കാവുന്ന ഓരോ സാഹചര്യങ്ങൾ വരുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പേരിൽ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മുഖമാണ് ഇപ്പം താങ്കൾ. നേരത്തെയും അങ്ങനെയായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവും താങ്കളും തമ്മിൽ ഒരു ശീതസമരം ഉണ്ട് എന്നൊരു സംസാരമുണ്ട്. അതൊരിക്കലും എൻ്റെ ഭാഗത്തുനിന്നില്ല, ഒരിക്കലും ശരി. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ അദ്ദേഹത്തിന് ഇപ്പം ദീർഘകാലമായിട്ട് നിയമസഭാ അംഗമായി തുടരുന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു അവസരം ഒഴിവാക്കുന്നതിൽ താങ്കൾക്കും റോളുണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ അദ്ദേഹം മന്ത്രിയാകുന്നതിന് പകരം VS ശിവകുമാർ മന്ത്രി. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. നമ്മളൊരിക്കലും ശ്രീ ശിവകുമാറിന് വേണ്ടി സതീശനെ ഒഴിവാക്കിയിട്ടില്ല. ഇല്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് താങ്കൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വലിയ വലിയ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിച്ച് കണ്ടില്ല. താങ്കൾ പ്രതിപക്ഷ നേതാവായി തുടരുമെന്ന് കരുതിയിരുന്നില്ലേ? അങ്ങനെയല്ല. നമ്മൾ ആ 5 വർഷക്കാലം കേരള ചരിത്രത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ യാത്ര ചെയ്യുകയും ഇതുപോലെ ജനങ്ങളെ കാണുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും സർക്കാരിൻ്റെ അഴിമതികൾ ഓരോന്നും കൊണ്ടുവരികയും സർക്കാരിനെ കൊണ്ട് അത് പിൻവലിപ്പിച്ചു. 5ഓളം പ്രമാദമായ ഇഷ്യൂസ് ഞാൻ റൈസ് ചെയ്തു. ശ്രീ പവനൻ, പഴയ കേരളമതി ന്യൂസ് എഡിറ്ററായിരുന്ന പവൻ ആ പുസ്തകം ഇറക്കിയിട്ടു. ആ അഴിമതി ആരോപണങ്ങൾ ജനങ്ങളിൽ എത്തുകയും ഗവൺമെൻറ് ഭയപ്പെട്ട് ഇത് മുഴുവൻ പിൻവലിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഞാൻ ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് EP ജയരാജൻ രാജിവെക്കേണ്ടി വന്നത്. അത് ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ ഞാൻ ഉന്നയിച്ച ഉൾപ്പെടെയുള്ള പല ആരോപണങ്ങൾ, സ്പ്രിംഗറാണെങ്കിലും പമ്പ മണൽക്കടത്താണെങ്കിലും ആഴക്കടൽ മത്സ്യബന്ധനമാണെങ്കിലും അതുപോലെ തന്നെ ഇത്തരം ഒത്തിരി ആരോപണങ്ങൾ ഇതെല്ലാം ഗവൺമെൻറ് പിൻവലിച്ചു പോയി. സാധാരണഗതിയിൽ എടുക്കുന്ന ഒരു തീരുമാനവും പിൻവലിക്കാത്ത പിണറായി വിജയനെ കൊണ്ട് 5 മുതൽ 7 വരെയുള്ള പ്രധാനപ്പെട്ട
ആരോപണങ്ങൾ ഞാൻ കൊണ്ടുവന്ന് അത് പിൻവലിക്കേണ്ടി വന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടായി. അപ്പോൾ നമ്മുടെ ആളുകൾ വളരെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായി. 2, ആ സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് ഒരു മഹാമാരിയായി. അത് അത്തരമൊരു മഹാമാരിയെ കേരളം ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ. പ്ലേഗാണ് പണം, അത് നമുക്ക് ഓർമ്മ പോലുമില്ല. ആ സമയത്ത് ഏത് സർക്കാരാണെങ്കിലും ചെയ്ത ആനുകൂല്യങ്ങളുണ്ട്. കിറ്റ് കൊടുത്തു, പെൻഷൻ കൊടുത്തു, മരുന്ന് കൊടുത്തു. എല്ലാ ദിവസവും മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനങ്ങൾ വന്നു. അവർ ഗവൺമെൻറ്റിനെ ഒരു രക്ഷകരായിട്ട് ജനങ്ങൾ കണ്ടു. സ്വാഭാവികമാണ്. ഇതേപോലെയാണ് ബംഗാളിൽ സംഭവിച്ചത്, തുടർഭരണമുണ്ടായി. ഇതേപോലെയാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. അപ്പം ഇതേപോലെയാണ് UK സംഭവിച്ചത്. ബോറിസ് ജോൺസൻ്റെ ഭരണം വളരെ മോശമായിരുന്നു. പക്ഷെ കോവിഡിനെ നേരിട്ടപ്പോൾ ജനങ്ങൾക്ക് ആ സർക്കാരിനോട് സ്വാഭാവികമായി ഒരു പ്രതിബദ്ധത ഉണ്ടാകും. അതുണ്ടായി. കോവിഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവർക്കുണ്ടായ നേട്ടമാണ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ളത്. അഴിമതി ആരോപണങ്ങളെല്ലാം അവർ വിസ്മരിച്ചു. സ്വാഭാവികമായിട്ടും ഉണ്ടായത്. പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പല രീതിയിലുള്ള അന്വേഷണം നടന്നിട്ടും എങ്ങും എത്തിയില്ലല്ലോ. അവിടെയാണ് CPM-ഉം BJP-യും തമ്മിലുള്ള ഐക്യം. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാവരുത് എന്ന നിർബന്ധം നരേന്ദ്രമോദിക്കുണ്ട്. പിണറായി വിജയൻ ഇവിടെ ഭരിച്ചാൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും കുഴപ്പമില്ല. ഞാൻ അന്നും പറഞ്ഞു 69 സീറ്റുകളിലാണ് BJP-യുടെ വോട്ട് CPM-ന് പോയത്. 14% ഉണ്ടായിരുന്ന BJP-യുടെ വോട്ട് 10 കുറഞ്ഞു. 4% അങ്ങോട്ട് പോയപ്പോഴാണ് 44% CPM ജയിക്കുന്നു, ഞങ്ങൾ 40% നിൽക്കുന്നു. അവർ തമ്മിൽ അന്തർധാര ഉണ്ടായിരുന്നു. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നാളെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഭയക്കേണ്ട അടുത്ത 2024 അതെ. അതിനെ കോൺഗ്രസ് എങ്ങനെ അതിനെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഞങ്ങൾ നേരിടും, ഒരു സംശയവും. ഇപ്പൊ തന്നെ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് BJP അജണ്ട. കേരളത്തിൽ ആര് ജയിക്കുന്നു BJP-യെ സംബന്ധിച്ചിടത്തോളം പീനട്ടാണ്. CPM ജയിച്ചാൽ, പക്ഷെ കോൺഗ്രസ് ജയിക്കരുതെന്ന് അവർക്ക് ആഗ്രഹം. അന്നേരം അതിനെ നേരിടാൻ പറ്റിയ രീതിയിൽ പാർട്ടി നേതൃത്വം സജ്ജമാണോ? നേതൃത്വം സജ്ജമായാലല്ലേ അണികൾ. നേതൃത്വം അണികളും നേതൃത്വത്തെയും അതിനുവേണ്ടി ശക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈൻ. നമ്മളെല്ലാവരും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. രാജേഷ് കാര്യം മനസ്സിലാക്കണം. രാജേഷ് പറഞ്ഞത് 100% ശരിയാണ്. CPM-ന് അധികാരത്തിൽ വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ജീർണത ബാധിച്ച ഒരു കാലഘട്ടം അവർക്കില്ല. ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. പക്ഷേ BJP-യുടെ വോട്ട് കിട്ടുമ്പോൾ അവർക്ക് അടിസ്ഥാന CPM വോട്ടും ഈ BJP വോട്ടും മതി. എന്നെങ്കിലും പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്, അമിത്ഷായെ വിമർശിച്ചിട്ടുണ്ട്. അവർ തമ്മിലൊരു ധാരണ കേരളത്തിൽ നിലനിൽക്കും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമുദായങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന വോട്ടുകൾ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ സമുദായത്തിൽ നടക്കം കിട്ടിയ വോട്ടുകളിലൊക്കെ വലിയ വിള്ളലുണ്ടായില്ലേ? അതുണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വരും ഞങ്ങൾ. ഇപ്പം തന്നെ BJP നടത്തുന്ന ഒരു ഡിപ്ലോമസി എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സമുദായ ആചാര്യന്മാരുടെ അല്ലെ ബിഷപ്പുമാരുടെയൊക്കെ സന്ദർശിക്കുകയും അവരുടെ വോട്ടുകൾ ആർജിക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമം നടത്തുന്നു. അവരിൽ പല സമുദായ നേതാക്കളും അല്ലെങ്കിൽ ബിഷപ്പുമാരും ഒക്കെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ വെല്ലുവിളിയല്ല. അത് വെല്ലുവിളി തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുടർച്ചയായി കേന്ദ്ര ഗവൺമെൻറ് 10 വർഷം കഴിഞ്ഞു, 15ാമത്തെ വർഷമാണ്. അത് 15ാമത്തെ വർഷം ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് പല ആനുകൂല്യങ്ങളുണ്ടാകും, കിട്ടേണ്ടി വരും. പല അവരുടെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അവരുടെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുമായിട്ട് ചില അടുപ്പം ഉണ്ടാകും. പക്ഷേ ഇത്തവണ ജനങ്ങൾ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. BJP വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയാം. അതുകൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ, ഈ അഴിമതി ഗവൺമെൻറ് അവസാനിക്കാൻ, ഒരു ജനകീയ പ്രശ്നങ്ങളും ഏറ്റെടുക്കാത്ത, ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാത്ത പിണറായി വിജയൻ ഗവൺമെൻറ് മാറണം എന്നുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുണ്ടാവും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു. അവിടെ LDF-ന്റെ 17,000 വോട്ടുകളെ കുറഞ്ഞുള്ളൂ. മറിച്ച് കോൺഗ്രസിന് അതിനെക്കാട്ടി വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി. അന്നേരം ഈ BJP ആർജിക്കുന്ന വോട്ട് കോൺഗ്രസിന്റെ ആണ് എന്നുള്ള വിലയിരുത്തൽ നടത്താവുന്നേ ഉള്ളൂ. ശരിയല്ല. കോൺഗ്രസിൻ്റെ മാത്രമല്ല, നിങ്ങൾ ആറ്റിങ്ങൽ എടുക്കുക, നിങ്ങൾ ആലപ്പുഴ എടുക്കുക. അവിടെ CPM 1ാം സ്ഥാനത്തിരിക്കുന്ന പല നിയോജക മണ്ഡലങ്ങളും 3ാം സ്ഥാനത്ത് പോയി. അപ്പോൾ ഞങ്ങളെക്കാൾ ഒരു പക്ഷേ കൂടുതൽ ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പോയത് CPM-ന്റെ ബേസ് വോട്ട് പോയെന്ന് അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ബേസ് വോട്ട് കോൺഗ്രസിന് കിട്ടിയില്ല, BJP-ക്കാണ് കിട്ടുന്നത്. അതെ, BJP-ക്കാണ് പോയത്. അപ്പം അത് കണ്ട് പരിഹാര നടപടികൾ സ്വീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടായ ശ്രമം ഉണ്ടോ? ഉണ്ട്.
ഇപ്പോൾ തന്നെ നേതാക്കന്മാരെ ഒരു ഭാഗത്ത് ചേരിചേരിഞ്ഞ് നിൽക്കുന്നു, മറുഭാഗത്ത് ഇങ്ങനെ ഓരോ നേതാക്കന്മാർ ഓരോ ദിവസം. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം UDF കൺവീനർ സമുദായ നേതാക്കളെ പോയി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയാകാമെന്നില്ല എന്ന് അദ്ദേഹം കമന്റ് ചെയ്യുന്നു. മുരളീധരൻ അതേ രീതിയിൽ തത്തുല്യമായിട്ട് ഒരു പരാമർശം നടത്തുന്നു. കോൺഗ്രസിന് അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പരസ്യ വിമർശനങ്ങൾ ഇത് ആർക്ക് ഗുണം ചെയ്യും? അല്ല, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് ആളുകൾ അഭിപ്രായം പറയും. പക്ഷേ ഇന്ന് ആവശ്യം, എൻ്റെ അഭിപ്രായം, ഇന്ന് ആവശ്യം എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുക, പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതുണ്ടായാൽ നമ്മൾ ജയിക്കും. ആര് മുൻകൈ എടുക്കും? ആ പാർട്ടി ലീഡർഷിപ്പാണ് മുൻകൈ എടുക്കും. ഇപ്പം തന്നെ പാർട്ടി, ഞാൻ ലീഡർഷിപ്പിലുണ്ടായിരുന്ന കാലത്ത് ഞാൻ തന്നെ മുൻകൈ എടുത്തു. ഇപ്പോഴത്തെ ലീഡർഷിപ്പിലുള്ള ആളുകൾ അതിന് മുൻകൈ എടുക്കണം. ഇപ്പൊ തന്നെ പാർട്ടി ലീഡർഷിപ്പിൽ മാറ്റം, അതായത് KPCC പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ളൊരു ശക്തമായ വാദം ഒരു വിഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അക്കാര്യത്തിൽ താങ്കളുടെ നിലപാട് എന്താണ്? അത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനം. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അല്ലെ, KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്രീ K. സുധാകരന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കാണും? മെച്ചപ്പെട്ട പ്രവർത്തനം തന്നെയാണ്. മെച്ചപ്പെട്ട പ്രവർത്തനം അദ്ദേഹത്തിന് അപാകതയൊന്നും പറയാനില്ല. ഇല്ല, അദ്ദേഹം തുടരുന്നതിനും തെറ്റില്ല. അല്ല, അത് പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം കൂടിയാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നത്? മെച്ചപ്പെട്ട പ്രവർത്തനമാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് താങ്കൾ വലിയ ആരോപണങ്ങൾ കൊണ്ടുവരികയും അതിൽ പലതിൽ നിന്നും സർക്കാരിന് പിന്തിരിയേണ്ടിയും വന്നു. അപ്പോൾ ആദ്യം താങ്കൾ തന്നെ പറഞ്ഞു അതിനെക്കാട്ടി മോശം സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാർ. പക്ഷെ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിലും ജനമധ്യത്ത് ഇത്തരം ദുഷ്ചെയ്തികൾ ഉണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുന്നതിലും പ്രതിപക്ഷം വിജയിക്കുന്നുണ്ടോ? അത് നിങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. എന്നെ സമയത്തോളം സതീശന് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ജോസ് കെ മാണി, അല്ലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇന്ന് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു വാദമുണ്ട്. അന്ന് മാണി പുറത്തു പോകുന്നതിന് വഴിയൊരുക്കിയതിൽ ഒരാൾ താങ്കളാണെന്ന് വിമർശനമുണ്ട്. അല്ല, അന്നത്തെ സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, സത്യമാണ്. ഞാൻ തന്നെയല്ലേ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് വരെ കൊടുത്തത്. അതിന് എന്തെല്ലാം പ്രതിസന്ധി നമ്മൾ നേരിട്ടു ഓർക്കുന്നില്ലേ? PC ചാക്കോയും PJ കുര്യനും VM സുധീരനും ഒക്കെ നമ്മളെ എന്തെല്ലാം വിമർശിച്ചു. അപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ നമ്മൾ മാക്സിമം നോക്കിയതാണ്. ഇപ്പൊ വീണ്ടും കൊണ്ടുവരാനുള്ള അങ്ങനെയൊന്നും ശ്രമം ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ചർച്ചയും നടന്നില്ല. ഒരു ചർച്ചയുണ്ട്. പക്ഷെ ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവരെ പോലുള്ളവർ വരണം എന്നുള്ള അഭിപ്രായം. അതിപ്പം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പം സ്വാഭാവികമായിട്ടും ആര് വന്നാലും നല്ലതാണ് എന്നുള്ള ചിന്താഗതി ഉണ്ടാവില്ല. ഇപ്പം അത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക ചർച്ചയും ഉണ്ടായിട്ട് UDF വികസിപ്പിക്കാനുള്ള എന്തെങ്കിലും ചർച്ച ഇതുവരെ ഉണ്ടായതാ എനിക്കറിയില്ല. വികസിപ്പിക്കേണ്ടതില്ലേ? അല്ല, ആര് വന്നാലും നല്ല കാര്യമാണ്, സംശയമൊന്നുമില്ല. ഏറ്റവും ഒടുവിലത്തെ സംഭവം കഴിഞ്ഞ ദിവസം ഈ PV അൻവർ MLA ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തതിന് ഒത്താശ ചെയ്തെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് രാത്രി ജയിലിലടച്ചു. ഇന്നലെ ജാമ്യം കിട്ടി. അൻവർ ഇന്നിപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം ലീഗ് നേതാക്കളായിട്ടുള്ള പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ UDFിലേക്ക് വരുന്നതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? അല്ല, അങ്ങനെ UDF വരാനുള്ള ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല. അത് UDF കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണ്. അത് ആ സന്ദർഭം വരുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അല്ല, ഇങ്ങനെയുള്ള ഈ ഗവൺമെന്റിനെ എതിർക്കുന്ന അല്ലെങ്കിൽ CPMനെ എതിർത്ത് മുന്നോട്ട് വരുന്നവരെ ഏകോപിപ്പിക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണോ അല്ലേ? അല്ല, നമ്മളെ പണ്ട് സ്വീകരിച്ചേക്കുന്ന സമയം അതല്ലേ. ഇപ്പോൾ KR ഗൗരിയമ്മ വന്നു, MV രാഘവൻ വന്നു, അബ്ദുള്ളക്കുട്ടി അന്ന് വന്നു. അതൊക്കെ നമ്മൾ അബ്ദുള്ളക്കുട്ടിയാണെങ്കിലും ശിവരാമനാണെങ്കിലും ആലപ്പുഴയിലെ മനോജാണെങ്കിലും ഒക്കെ ഞാൻ കൊണ്ടുവന്ന ആളുകളാണ്. അവർ ഓരോ കാലഘട്ടങ്ങൾ. നെയ്യാറ്റിൻകരയിലെ പഴയ MLA നമ്മുടെ സെൽവരാജ്, ഇതൊക്കെ വന്ന എൻ്റെ കാലഘട്ടം, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടം. അപ്പം CPMനെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ കളയാൻ പാടില്ല. CPM മുമ്പത്തെക്കാളും ആര് വന്നാലും സ്വീകരിക്കുന്ന ഒരു സമീപനം. അതെ, സ്ഥാനാർത്ഥിയാണ്ട് ഡോക്ടർ AP സരിനെ കൊണ്ടുവന്ന പോലെ അതേ രീതിയിൽ അതേ എതിരാളിയെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുന്നു. ആ നിലപാട് കോൺഗ്രസിനും വേണ്ടതല്ല. അത് ഇതുവരെ ചർച്ച ആയിട്ടില്ല, വരട്ടെ. ചർച്ച ചെയ്യും. PV അൻവർ വന്നാലും സ്വാഗതം ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ല, അത് ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടി ഏറ്റവും ശക്തമായി വിമർശിച്ച ആൾ ഞാനാണ്. ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എൻ്റെ ആയിരുന്നു. ഒരു MLA ആയിരിക്കുന്ന വ്യക്തിയെ PDPP ആക്ടിൻ്റെ പേരിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പം കേരളത്തിലില്ല. വലിയ തെറ്റായി ചെയ്ത് ഗവൺമെൻറ്. അല്ല, കോടതി അദ്ദേഹത്തിന് അപ്പം തന്നെ ജാമ്യം കൊടുത്തത്. പക്ഷേ CPMനൊപ്പം നിന്നപ്പം പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ ആരോപണം കൊണ്ടുവന്ന ആളാണ് അൻവർ. അല്ല, അതൊക്കെ ഉണ്ട്. അപ്പം പ്രതിപക്ഷ അവരുടെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ ആരോപണം കൊണ്ടില്ലേ? MV രാഘവനും ഗൗരിയമ്മയൊക്കെ എന്തെല്ലാം കോൺഗ്രസിനെതിരെ ചെയ്തു. ആ രീതി കണ്ടാൽ മതി. പിന്നെ അല്ല, അത് തീരുമാനമായിട്ടില്ല, ചർച്ചയുണ്ടായിട്ടില്ല. അതിനെപ്പറ്റി ഒരു അറിവും എനിക്കില്ല ഉണ്ട് അത് സംബന്ധിച്ച്. ഇപ്പോൾ താങ്കൾ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവാണ്, അതായത് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ശ്രീനിതാവാണ്. ശരിക്കും താങ്കൾ പ്രവർത്തക സമിതിയിൽ അംഗമായി വരേണ്ടതാണ്. ഇതിപ്പം ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ ഇത് നേരത്തെ അവസരം കിട്ടാതിരുന്നതുകൊണ്ടാണ്.
അത് വാസ്തവത്തിൽ താങ്കളെ വേദനിപ്പിച്ചായിരുന്നു. അത് വേദനിപ്പിച്ചുള്ള സത്യമാണ്. ആ. അത് ഞാൻ പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ 19 വർഷം മുമ്പിരുന്ന പോസ്റ്റിലാണ് ഇപ്പം. അല്ല അതിപ്പോ അല്ല, അക്കാര്യത്തെ എന്നോടൊരു അനീതി ചെയ്തു എന്നുള്ള ഫീലിംഗ് എനിക്കുണ്ട്. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒഴിഞ്ഞാനുമല്ലോ. അത് താങ്കളോട് ആലോചിക്കാതെ എന്നാ ഉമ്മൻചാണ്ടി ഈ കാര്യം അവരോട് നേരിട്ട് ചോദിച്ചതാണ്. ഒഴിയണോ വേണ്ട എസ് സി വേണുമാൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു. കാർഗേജി വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങനെയൊക്കെ നേതൃത്വത്തിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്പോഴേ ഒഴിഞ്ഞാനേ. അപ്പം നമ്മളോട് അൺസെറമോണിയസ് ആയി. അതെ, അതൊരു ഫീലിംഗ് എനിക്കുണ്ട്. അതിനുശേഷവും ഞാൻ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഉണ്ടോ? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പാർട്ടി. ഞാൻ ഈ പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ 19 വർഷം മുമ്പ് ഞാനിരുന്ന പോസ്റ്റിലേക്ക് പിന്നെ എന്നെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രാജേഷ് വേദന ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴും എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുകയാണ് ചെയ്തത്. താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. ഇത് എഴുതത്തില്ല. കാരണം കേരള പൊളിറ്റിക്സ് നോക്കിയാൽ തന്നെ ഏറ്റവും നന്നായി വായിക്കുന്ന ഒരാളാണ് താങ്കൾ. എന്നിട്ട് ഇതൊക്കെ എഴുതൂ എന്നെങ്കിലും ഒരിക്കലും. അത് നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. അപ്പോൾ മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ. ഈ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലൊക്കെയുള്ള ചർച്ച, കേരളത്തിൽ കോൺഗ്രസ്സിൽ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും തമ്മിൽ തർക്കമുണ്ടാകുന്ന ഒരു വേള വരികയും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്താൽ KC വേണുഗോപാൽ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ കൺസെൻസസ് കാൻഡിഡേറ്റായി വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. അതൊക്കെ നിങ്ങളുടെ ഭാവനാവിലാസങ്ങളാണ്. ഇവർ രണ്ടുപേരും ഞാൻ ഒത്തിരി സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് രണ്ടുപേരും. താങ്കൾക്ക് ശേഷം വന്നവരാണ്. ഞാൻ കൊണ്ടുവതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അവരുടെ ഗോഡ് ഫാദർ ആണെന്നും പറയുന്നില്ല. എങ്കിലും ആ രീതിയിലുള്ള അതിൽ അങ്ങനെയുള്ള ഒരു അവകാശവാദം എനിക്കില്ല. പക്ഷേ നമ്മളെ ഓരോ കാലഘട്ടം ഞാൻ യൂത്ത് കോൺഗ്രസിലും KSUവിലും KPCCയിലും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ എൻ്റേതായ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരാരും എനിക്കെതിരാണെന്ന വിശ്വാസം എനിക്കില്ല. പക്ഷെ 19 വർഷം മുമ്പ് CWCയിൽ വന്ന താങ്കളേക്കാൾ ഇപ്പോൾ KC വേണുഗോപാൽ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ആ ചുമതല ഭംഗിയായി നിറവേറ്റുന്നുണ്ട് എന്നാണ് അഭിപ്രായം. എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ K കരുണാകരനുമായിട്ട് ഏറ്റവും ഹൃദയപരമായ അടുപ്പം പുലർത്തിയ ഒരു നേതാവാണ് താങ്കൾ. താങ്കൾ വളരെ ചെറിയ പ്രായത്തിൽ മന്ത്രിയായി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലാണ്. പക്ഷേ K കരുണാകരൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്മാരകം, അതൊരു പ്രതിമയുണ്ട്, പക്ഷേ ഒരു സ്മാരകം നിർമ്മിക്കുമെന്ന് KPCC പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. സ്ഥലവും ഉണ്ട്. അതിലൊക്കെ ആരാണ് ഇതിൻ്റെ? KPCC പ്രസിഡൻ്റായി ഞാൻ ഇരിക്കുമ്പോഴാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് 5 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ ഞാനൊരു വലിയ മനോഹരമായ ഒരു കെട്ടിട സമുച്ചയം ഉണ്ടാക്കി. ഇന്ന് പാർട്ടിയുടെ എല്ലാ ക്യാമ്പും നടക്കുന്നത് അവിടെയാണ്. രാജേഷ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയിട്ടുണ്ട്. അതിമനോഹരമല്ലേ? ഇതുപോലെ ഒരു പാർട്ടിക്കും ഇല്ല കേരളത്തിൽ. ഇന്ത്യയിൽ ഒരു കോൺഗ്രസ് പാർട്ടിക്കോ മറ്റു പാർട്ടിക്കോ ഇല്ല. അത് സംഭാവന ചെയ്ത ഒരാളാണ്. K കരുണാകരൻ്റെ പ്രതിമ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. R ശങ്കറുടെ പ്രതിമ സ്ഥാപിച്ചത് ഞാൻ KPC പ്രസിഡന്റ്, ശരത്ചന്ദ്ര പ്രസാദ് ചെയർമാൻ കമ്മിറ്റി, ഞാൻ എൻ്റെ ചെയർമാനാണ്. അത് കഴിഞ്ഞിട്ട് ലീഡറുടെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ലീഡർ K കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം സ്ഥാപിക്കാൻ, ഒരു ഗവേഷണ പഠന കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞാനാണ് KPC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അപേക്ഷ കൊടുത്ത് ആ സ്ഥലം അലോട്ട് ചെയ്തു. പാളയത്ത് സ്ഥലം അലോട്ട് ചെയ്ത് AK ആൻ്റണിയെ കൊണ്ട് എൻ്റെ തറക്കല്ലിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് KPC പ്രസിഡന്റ് സ്ഥാനത്ത് മാറേണ്ടി വന്നത്. അതിനുശേഷം അത് നടക്കാത്തത് എനിക്ക് ദുഃഖമുണ്ട്, സംശയമൊന്നുമില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ എല്ലാവരും ചേർന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കും. താങ്കൾക്ക് വളരെ ഹൃദയബന്ധം ഉണ്ടായിരുന്ന നേതാവാണ്. തീർച്ചയായിട്ടും. ആ നിലയ്ക്ക് പാർട്ടി ഇപ്പോഴത്തെ പിന്നീട് വന്ന KPCC നേതൃത്വം അതിൽ കുറെ കൂടെ ഒരു ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ അവർ അതിനുള്ള തീരുമാനമൊക്കെ എടുത്ത് അതിൻ്റെ ഫണ്ട് സമാഹരണമൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ BJPയിലേക്ക് ഇനിയും കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾ പോകുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ AK ആന്റണിയുടെ മകനും ലീഡറുടെ മകളും ഒക്കെ ആ പാർട്ടിയിൽ പോയി കഴിഞ്ഞു. അതിനെയൊക്കെ എങ്ങനെയാണ്? അവരൊക്കെ പോയോണ്ട് പാർട്ടിക്ക് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ഇല്ല. പക്ഷേ BJPക്ക് ഒരു തുറുപ്പുചീട്ട് പോലെ ദേശീയ തലത്തിൽ ഉപയോഗിക്കാൻ പറ്റി. അതെ, അതുണ്ടായ സത്യമാണ്, അത് ഉപയോഗിക്കാൻ പറ്റി. പക്ഷെ അതുകൊണ്ട് കേരളത്തിൽ അവരുടെ കൂടെ ആരും പോയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയാൻ MN വിജയൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും മകൻ്റെയും ആത്മഹത്യയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം പരസ്യമായി പറഞ്ഞിരിക്കുന്ന KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവും ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, അവരുടെ പരാതി കേട്ടില്ല എന്നാണ്. എനിക്കതിനെപ്പറ്റി അറിയില്ല. MLA ഇതിൽ ആരോപണ വിധേയനാണ്. ഏതായാലും അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ KPCC ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. അച്ചടക്ക സമിതി ചെയർമാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ.
5 പേരുടെയോ 4 പേരുടെയോ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് വരട്ടെ. കോൺഗ്രസിലൊരു യുവ നേതൃനിര ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരുപാട് യുവ നേതാക്കൾ വരുന്നുണ്ട്. അവർക്ക് പക്വത കുറവുണ്ടോ? അല്ല, അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ, നിങ്ങൾ വിലയിരുത്തട്ടെ. അവരൊക്കെ എൻ്റെ അനിയന്മാരാണ്. ഞാൻ അവർക്കൊരു ഉപദേശം കൊടുക്കാൻ. അയ്യോ ഉപദ്രവിക്കല്ലേ. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ചുമതലയുണ്ടല്ലോ, അവിടെ പക്ഷേ പാർട്ടിക്ക് വലിയ രീതിയിൽ വിജയം നേടാൻ പറ്റിയില്ല. ശരിയാണ്. നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം ചെല്ലുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് 3 മാസം മുമ്പാണ്. കഴിഞ്ഞ 10 മാസം ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയാണ്. എന്താണ് അതിൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്താ, പാർട്ടിയെ ആക്ടിവൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. അത് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ കഴിവിനകത്ത്. താങ്കളുടെ നിരീക്ഷണത്തിൽ എന്താണ് അവിടെ MVA മുന്നണിക്കകത്തുണ്ടായിരുന്നത് ശരത് പവാറും ഉദ്ധവ് താക്കറെ, അവരൊന്നും മോശക്കാരായ നേതാക്കളൊന്നുമല്ല. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഏതായാലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് കോർഡിനേഷനേ പറ്റുള്ളൂ. പല ആളുകൾ എന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിക്കുന്നുണ്ട് ഞാൻ പോയതുകൊണ്ടാണ്. ഞാൻ പോയതിന് മുമ്പ് തന്നെ പാർട്ടി 6ാം സ്ഥാനത്തായിരുന്നു. അവിടെയാണ് നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 1ാം കക്ഷിയായിട്ട് ഉയർന്നു. പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമല്ല അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ. ഒന്നാമത് BJPയുടെ അമിതമായ പണത്തിൻ്റെ സ്വാധീനം. ഒരു മണ്ഡലത്തിൽ കോടികൾ ചെലവാക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം. ശിവസേന NCP ഒക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നതിലൊക്കെ അവർ വളരെ സ്പ്ലിറ്റ് ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, അവിടെ തിരഞ്ഞെടുപ്പിൽ വലിയ കൃത്രിമം ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിൽ. സാധാരണഗതിയിൽ കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതപരമായി ജമ്മു കാശ്മീർ ഹരിയാനയും ഒരുമിച്ച് നടത്തി, ജാർഖണ്ഡും മഹാരാഷ്ട്രയും ഒരുമിച്ച് നടത്തി. ഒരുമിച്ച് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ സിറ്റുവേഷൻ മാറിയത്. ഇത് എവർക്കൊരു 4-5 മാസം കൊടുത്തു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ലാഡ്കി ബഹൻ 1500 രൂപ വെച്ച് എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുക തുടങ്ങിയിട്ടുള്ള നിരവധി സ്കീമുകൾ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ബാധിച്ച കാര്യങ്ങളാണ്. പിന്നെ വ്യാജ വോട്ടർമാരെ വ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെല്ലാം പറഞ്ഞാലും വ്യാപകമായ കള്ളവോട്ടുകൾ ചേർക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ ഒരു മണ്ഡലത്തിൽ 20,000 മുതൽ 25,000 വരെ വോട്ടർമാരെ ചേർക്കുകയാണ്. ഇത് ആരാണെന്ന് പോലും അറിയില്ല. നമ്മൾ എത്ര പരാതി പറഞ്ഞിട്ടും ഇലക്ഷൻ കമ്മീഷൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി BJPയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താങ്കളെ ആക്ഷേപിക്കുന്നുണ്ടെന്ന് പറയും, അങ്ങനെ ഒരു വലിയ വിമർശനം ഉണ്ടോ? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും നേരിട്ട ഒരാളാണ് ഞാൻ. പാർട്ടിക്കുള്ളിൽ നിന്നാണ്, ഉള്ളിൽ നിന്നുമുണ്ട് പുറത്തു നിന്നുമുണ്ട്. അന്തരിച്ചു പോയ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ ഉടനെ BJP പോകണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്തരിച്ചു പോയ എൻ്റെ പിതാവ് വരെ BJP ആണെന്ന് പറയും. അന്ന് BJP ഇല്ല അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്ത് എന്ന് വരെ പറഞ്ഞ ആളുകളാണ്. CPMൻ്റെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ നേരിട്ട ഒരാളെ ഞാൻ. അതിന് നമ്മുടെ പാർട്ടിക്കുള്ളിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തുന്നവരുടെ ഒക്കെ നിഗൂഢ ഉദ്ദേശം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലുള്ള സാധ്യത ഇല്ലാതാക്കലാണ്. ഈ പാർട്ടിക്കാരും നമുക്കെതിരായിട്ട് പറയാനുണ്ട്. അല്ലെ, പാർട്ടിയിൽ ദീർഘകാലമായിട്ട് പാർട്ടിക്ക് വേണ്ടി എത്രയോ പതിറ്റാണ്ടായിട്ട് പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് മുഖ്യമന്ത്രി പദം ഒന്ന് ആഗ്രഹിക്കുകയോ അല്ലെ ആ പദവിയിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഞാനങ്ങനെ കെട്ടിയിറക്കിയ ഒരാളൊന്നും അല്ലല്ലോ. അതെ, KSU യൂണിറ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തനം ആരംഭിച്ചതാണ്. പാർട്ടി എനിക്ക് ഒത്തിരി അവസരം തന്നു. ആ അവസരങ്ങളെല്ലാം ഫലപ്രദമായി വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. നാളെ എന്താണെന്ന് ഞാൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ പാർട്ടിയാണ്. പാർട്ടി എന്തോ തീരുമാനിച്ചോട്ടെ. ശരി. പക്ഷേ എന്നെ അവഗണിച്ചപ്പോഴും ഞാനൊരു പ്രതികരണം നടത്താത്ത ഒരാളാണ്. നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ചരിത്രം പരിശോധിച്ച് നോക്കുക. രമേശ് ചെന്നിത്തല കോർണർ എൻ്റെ നേതൃത്വത്തിൽ KPCC പ്രസിഡൻ്റായിട്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു ഗവൺമെൻറ് ഉണ്ടായി. എന്നിട്ട് അന്ന് 2.5 വർഷം ഞാൻ മന്ത്രിയാവുന്ന ഞാൻ അധികാരത്തിൻ്റെ മുന്നേറെ പോകണമെങ്കിൽ എനിക്ക് ആ സമയത്ത് മന്ത്രിയാവരുത്. അതെന്തുകൊണ്ടായില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റേതായ കാരണമുണ്ട്. അത് ഞാനിപ്പോൾ പറയില്ല. അത് പറയേണ്ട സമയത്ത് അതെല്ലാം ഒരിക്കലും എഴുതുമായിരിക്കും, അത് പറയാം. പക്ഷെ എങ്കിലും രമേശ് ചെന്നിത്തലയെ കോൺഗ്രസിനുള്ളിൽ തന്നെ ബോധപൂർവ്വം അവഗണിച്ച് മാറ്റാൻ പലരും ശ്രമിക്കുന്നു. പക്ഷേ നടക്കുന്നില്ല. താങ്കൾ ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. നമ്മൾ ജനങ്ങളുടെ ഇടയിലല്ലേ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എവിടെ പോയാലും വലിയ ആൾക്കൂട്ടമാണ്. ജനങ്ങളുടെ പിന്തുണ ആണ് തെളിയിക്കുന്നത്. എല്ലാ സ്ഥലത്തും പോകുമ്പോഴെല്ലാം ഉണ്ടാകുന്ന ജനങ്ങളുടെ സ്നേഹമാണ്. കാരണം നമ്മളൊരു ദിവസം പാരച്ചൂട്ട് ചെയ്ത് വന്ന ആളൊന്നും അല്ലല്ലോ. അല്ല, താങ്കളുടെ കിട്ടുന്ന ഈ പിന്തുണ കോൺഗ്രസ് നേതൃത്വത്തിൽ ആരെങ്കിലും അസ്വസ്ഥരാക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. ഇല്ല, അതെല്ലാം പാർട്ടിക്ക് ഗുണകരമാണ്. ഞാനീ പോകുന്ന പരിപാടിയൊക്കെ പാർട്ടിക്ക് ഗുണമാണ്, അല്ലേ? അതാണ്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ പാർട്ടിക്കുള്ളിലുള്ളവർ ഏത് രീതിയിൽ ചിന്തിക്കുന്നുള്ളൂ. പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇങ്ങനെ പരസ്യമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എല്ലാ കാലത്തും ഉള്ളതാണ്. മാറ്റാൻ പറ്റില്ല. അത് നമ്മൾ വിമർശിച്ച് ഏറ്റവും കൂടുതൽ വിമർശനമായിട്ടല്ലേ കേൾക്കുന്നതാണ്. അതും കാര്യമൊന്നും
അത് കാര്യമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വായിക്കുന്ന പുസ്തകം എന്താണ്? ഇപ്പം ഞാൻ വായിക്കുന്നത് ജി കാർത്തികേയനെ പറ്റി എഴുതിയ നമ്മുടെ എസ് സുധീശൻ കൊല്ലത്തെ വീക്ഷണത്തിന്റെ ഇന്ന് ആ പുസ്തകം എനിക്ക് കിട്ടി, അത് വായിക്കാം. ഞാനാണ് അതിൻ്റെ മുഖവര എഴുതിയത്. ആ പുസ്തകം ഇന്ന് അല്ലാതെ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ നമുക്ക് വിവരമുണ്ട്. അത് വായനയ്ക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കും? അങ്ങനെയല്ല, ഞാൻ വലിയ വിവാദമായതാണ്. ഞാൻ 2 പുസ്തകം ഒരുമിച്ച് വായിക്കും. അതെ, അത് ഞാൻ വായിക്കാറുള്ള ഒരാളാണ്. അത് അങ്ങനെ കണ്ടിന്യൂറ്റി. ഒരു പുസ്തകം വായിച്ചിട്ട് നമ്മൾ നിർത്തിയിട്ട് അടുത്ത പുസ്തകം വായിക്കും. അപ്പോൾ ഒരു ഫ്രഷ്നെസ് വരും. രണ്ടും ഒരുപോലെ വായിച്ചു തീർക്കും. അങ്ങനെയാണ്. എനിക്ക് ഈ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പുസ്തകം ഉരു. ഒരു സില്ലാൻ അറിയില്ലേ? അറിയാം. നെടുമങ്ങാടുള്ള റെയിൽവേ ജോലി ചെയ്യുന്നത് മനോഹരമായ പുസ്തകമാണ്. അപ്പോൾ പഴയ തിരുവിതാംകൂറിൻ്റെ ആദിവാസി സമൂഹത്തിൻ്റെ അതിമനോഹരമായൊരു കഥയാണ്. രാജേഷ് വായിക്കണം. തീർച്ചയായും നല്ല പുസ്തകം ഉരു. വായനയും പിന്നെ ഈ യാത്രകളും ജനങ്ങളുടെ നടുവിൽ നിന്നുള്ള ഇത് യാത്രയുമാണ് അല്ലേ? വായനയ്ക്ക് വിട്ടുവീഴ്ചയില്ല. ഇല്ല, അത് കിട്ടുന്ന സമയത്തൊക്കെ വായിക്കും. കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവെന്നുള്ള നിലയിൽ വലിയ പദവികളിലേക്ക് എത്തട്ടെ. എല്ലാ ആശംസകളും.